ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മളൊരു ചെറിയൊരു ഫാമാണ്. ഇത് നമ്മൾ മാക്സിമം കായ്ഫലങ്ങൾ കിട്ടുന്ന ഐറ്റംസാണ് നമ്മളിവിടെ നട്ടിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ചില ഐറ്റംസുകൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ഇത് കൊക്കോ ആണ്. വളർച്ച എത്തിയിട്ടില്ല. ഇതിനെക്കാട്ടിയും ഏകദേശം ഒരു രണ്ടിരട്ടിയോളം വലുപ്പം നമുക്ക് സാധാരണ കിട്ടുന്നുണ്ട്. വേനൽക്കാലം ആയതുകൊണ്ടും മഴ ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വളർച്ച എത്താത്തത്. വളർച്ച കുറവുണ്ടെങ്കിലും നമുക്കിതിനെ കഴിക്കാൻ പറ്റുന്ന ഭാഗം നല്ല എപ്പോഴും കിട്ടുന്ന അതുപോലെ തന്നെയുണ്ട്. അതിൽ കുറച്ച് കുറവുണ്ടെന്ന് തോന്നുന്നു, എന്നാലും ആവശ്യത്തിൽ തന്നെയുണ്ട്. അതുപോലെ നല്ല മധുരമുണ്ട്. ഇതാണ് വിയറ്റ്നാം എർലി എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്ലാവ്. നമ്മൾ ബാംഗ്ലൂർ പോയപ്പം അവിടെ നിന്ന് കണ്ടു. അങ്ങനെ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് വാങ്ങിച്ചതാണ്. കാരണം എല്ലാവരും പറയുന്നതും കേട്ടിട്ടുമുണ്ട്. ഏകദേശം 3 വർഷത്തിനുള്ളിൽ തന്നെ കായ് പിടിക്കുമെന്നുള്ള അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് വാങ്ങിക്കാനിടയായത്. അപ്പോൾ അവിടെ അവർ കാണിച്ചു തന്നത് അവരൊരു ചെറിയൊരു പ്ലാവുമ്മേൽ ചക്കയായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളൊരു പരീക്ഷണം എന്ന നിലയ്ക്ക് തന്നെയാണ് നമ്മളും വാങ്ങിച്ചത്. പക്ഷെ എന്ത് യാദൃശ്ചികം എന്നറിയത്തില്ല, ഏകദേശം നമ്മളിപ്പോൾ വാങ്ങിച്ചിട്ട് 1.5 വർഷത്തോളമേ ആയിട്ടുള്ളൂ. ഏകദേശം 1.5 വർഷത്തോളം ആയിട്ടുള്ളൂ. ഇപ്പം നമുക്ക് കാണാം 3 ചക്ക ആയിട്ടുണ്ട്. അതിലൊന്ന് പഴുക്കാനായിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ അത് പഴുക്കാൻ നല്ല സുഗന്ധമുണ്ട്. ഇനി ഇതിവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. കാരണം ഇവിടെ മുള്ളംപന്നി, കാട്ടുപന്നി, മയില്, ഒരുവിധ എല്ലാ മൃഗങ്ങളും പക്ഷികളും ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കിട്ടുമോയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം പറിക്കാനുള്ള കാരണം. പിന്നെ ഇതിൻ്റെ രുചി എന്താണെന്ന് നമുക്ക് കൂടി അറിയണം. കാരണം വാങ്ങിച്ചു കൊണ്ടുവന്നു, നട്ടു, ഇത്രയും വളർത്തിയെടുത്തു. നമ്മളിതിന് കൊടുക്കുന്നത് ചാണകം, പിന്നെ പച്ചിലവളം, വെള്ളം, അല്ലാതെ വേറെ ഒന്നും നമ്മളിതിന് പ്രത്യേകമായിട്ട് വേറെ വളം നമ്മൾ കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടോ 1.5 വർഷം കൊണ്ട് കായ്ച്ചു. അപ്പം അതുകൊണ്ട് നമുക്കതിനെ പറിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. അതായത് നമുക്ക് പറിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്വാദ് എങ്ങനെയാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യത്തെ ചക്ക വിളവെടുക്കുന്നത് ചേട്ടൻ്റെ കുട്ടിയെ കൊണ്ട് നമുക്ക് വിളവെടുപ്പിക്കാം. കാരണം കുട്ടി 1 വയസ്സേ ആയിട്ടുള്ളൂ. നമ്മുടെ പ്ലാവിനും ഏകദേശം 1 വയസ്സ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കൊച്ചുകുട്ടി അനയിനെ കൊണ്ട് തന്നെ വിളവെടുപ്പിക്കാം. അവൻ്റെ കയ്യിൽ കത്തി കൊടുക്കുകയാണ്. മുറിക്കാം. വളർച്ച എന്ന് പറയുന്നത് വളരെ നമ്മൾ മറ്റുള്ള ചക്കയെ അപേക്ഷിച്ച് നോക്കിയാൽ ഇതിൻ്റെ സൈസ് വളരെ ചെറുതാണ്. കാരണം പ്ലാവും ഏകദേശം 2 മീറ്ററേ വളർച്ച എത്തിയിട്ടുള്ളൂ. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ 1-1.5 വർഷത്തിനുള്ളിൽ കായ്ച്ച പ്ലാവ് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും ചക്ക ഇത്രയും വളരാത്തതിന് കാരണം. കഴിക്കാൻ നല്ല സ്വാദിഷ്ടമാണെന്ന് തന്നെയാണ് അവർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ പഴുത്തതിന് ശേഷം എന്താണ് സ്വാദ്, അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ള കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ 2 ദിവസം മുന്നേ പറിച്ച ചക്കയാണ്, വിയറ്റ്നാം എർലി. അപ്പോൾ പഴുക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. ഇന്നത്തേക്ക് ഇപ്പോൾ 2 ദിവസം ആയിട്ടുണ്ട്. നല്ല സുഗന്ധമുണ്ട്. അതുകൊണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മൾ ആദ്യം യെല്ലോയിഷ് കളറാണെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെയായിരുന്നു പറഞ്ഞത്. പക്ഷേ ഇത് യെല്ലോ അല്ല, നോർമൽ യെല്ലോ അല്ല, ലൈറ്റ് റെഡ് കളറാണ് തോന്നിയിട്ടുള്ളത്. കളർ ലൈറ്റ് റെഡിഷാണ്. അതുപോലെ നല്ല മധുരമുണ്ട്. സാധാരണ ചക്കേനെക്കാട്ടിയും എത്രയോ ഇരട്ടി മധുരം എന്ന് തന്നെ പറയാം. നല്ല മധുരമുണ്ട്. അതുപോലെ നല്ല ടേസ്റ്റുമാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. സാധാരണ ചക്കയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ്.